എന്നെ മോളെ മോളെ എന്നാ വിളിക്കുക. എന്നെ രണ്ടുപേരാണ് കോഴിക്കോട് മോളെ മോളെ എന്ന് വിളിക്കുക. ഒന്ന് കുതിരവട്ടം പപ്പു, ഒന്ന് രാഘവൻ. ഞാൻ പറഞ്ഞു രാഘവനോട്, അതും ഹീറോയിനായിട്ടാണെന്ന് പറഞ്ഞു. ഞാനോ ഞാൻ മെയിനായിട്ട് അഭിനയിക്കുമോ? എൻ്റെ കൂടെ അഭിനയിക്കാൻ പോണ ആളാരാണെന്ന് അറിയോ? ഞാൻ പറഞ്ഞു ഞാൻ അറിയില്ല. സത്യൻ ചക്രവർത്തി സത്യൻ. ഞാൻ ഞെട്ടിപ്പോയി. ദാസേട്ട് അങ്ങനെ കാര്യം പറഞ്ഞു. എനിക്ക് 101 രൂപ അഡ്വാൻസ്. ആ സാരി ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ പേരക്കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരിക്കുമ്പോൾ ആ സാരി എൻ്റെ പെട്ടിയിൽ ഇട്ടേക്കണം. ആ വിലോപന അടിക്കുന്നത് ശരിക്കും അടിക്കുക, ഭയങ്കരമായിട്ട് ചവിട്ടുന്നതൊക്കെ. പിന്നെ പിറ്റേ ദിവസമൊക്കെ കവളൊക്കെ വീർത്തുണ്ട്. കേരളം മാത്രമല്ല, കേരളത്തിന് പുറത്തും അറിയും, എല്ലാം അറിയും, എല്ലാം ചെയ്തു. പക്ഷെ സാമ്പത്തികമായിട്ട് ആരും എന്നെ സഹായിക്കുന്നില്ല. മറ്റ് ജർമ്മൻ, ജപ്പാൻ, സ്വിറ്റ്സർലാൻഡ്, ലണ്ടൻ 4 സ്ഥലത്ത് കളിക്കും. പക്ഷെ അത് കാണാനോ അതിൻ്റെ ഉള്ള അരവിന്ദൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ എനിക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലുമൊക്കെ. കോഴിക്കോട് വിലാസിനിയിൽ നിന്ന് എങ്ങനെയാണ് അമ്മ പിന്നെ കുട്ടിയെടുത്തി വിലാസിനി ആയത്? അതെ, ഞാൻ പറഞ്ഞല്ലോ, അമേച്ചർ നാടകം ഇഷ്ടംപോലെ ഇവിടെ കളിക്കാറുണ്ട് കോഴിക്കോട് നിന്ന്. അപ്പോൾ ഞങ്ങൾക്ക് മേക്കപ്പ് ചെയ്യാൻ വരുന്ന ഒരാളുണ്ട്, രാഘവൻ അയാളുടെ പേര്. അയാൾക്കുള്ള ജോലി മാതൃഭൂമിയിലാണ് അയാളുടെ ജോലി. അപ്പം മാതൃഭൂമിയുടെ ആനിവേഴ്സറിക്ക് ഞാനാണ് അഭിനയിക്കുക. ഞാനുണ്ടാവും, ഒരു നടി വേറെ ഉണ്ടാവും. അങ്ങനെ 2 പേര് ഉള്ളു. പക്ഷെ ഞാനുണ്ടായിരിക്കും. അപ്പോൾ MTനെ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ഈ നാടകത്തിന്റെ ഫൈനലുണ്ടല്ലോ, ഈ ഫൈനൽ വരുമ്പോൾ ഈ വാസേട്ടൻ വരും. വാസേട്ടൻ അന്ന് മാതൃഭൂമിയിലാണ് ജോലി. അപ്പോൾ ഫൈനൽ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കും, കാലിൽ കാല് കയറ്റി എന്നിട്ട് മീശ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നോക്കിയിരിക്കും. ഒരക്ഷരം സംസാരിക്കില്ല, ഒരക്ഷരം. അപ്പോൾ എന്താണ് അതിൻ്റെ കുറവുള്ളതെന്ന് വെച്ചാൽ മനസ്സിൽ വെച്ചിരിക്കും. എന്നിട്ട് റിഹേഴ്സൽ കഴിഞ്ഞതിന് ശേഷം ഡയറക്ടറെ വിളിച്ചിട്ട് പറയും. ആ ഡയറക്ടർ പറയും, അതിന് വാസേട്ടൻ പറയും ഇങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെയാണ് ഞങ്ങൾ MTനെ കാണുന്നത്. അപ്പോൾ ഈ മേക്കപ്പിന് വരുന്ന ഒരു രാഘവൻ എന്ന് പറഞ്ഞ ആളില്ലേ, അങ്ങേര് എന്നോട് ഒരു ദിവസം മിക്ക നാടകത്തിനും രാഘവേട്ടനാ മേക്കപ്പ് ചെയ്യാൻ വരിക. അപ്പോൾ എന്നോട് ഒരു ദിവസം പറഞ്ഞു, എന്നെ മോളെ മോളെ എന്നാ വിളിക്കുക. എന്നെ 2 പേരാണ് കോഴിക്കോട് മോളെ മോളെ എന്ന് വിളിക്കുക. ഒന്ന് കുതിരവട്ടം പപ്പു, ഒന്ന് രാഘവേട്ടൻ. അപ്പോൾ എന്നോട് ഒരു പ്രാവശ്യം എന്നോട് വന്നു. അതിലിടയ്ക്ക് ഞാൻ കുറേ പടം ചെറുതൊക്കെ ചെയ്തു. ഇവിടെ തച്ചോളിയോധനൻ, പാലാട്ട് കോമൻ, കുഞ്ഞാലി മരക്കാറ്, കടൽപ്പാലം, ആൽമരം. വിൻസെന്റിന്റെ പേടാണ്, വിൻസെന്റ് ആൽമരമാണ്. കടൽപ്പാല മാധവൻ. അപ്പോൾ എന്നോട് പറഞ്ഞു, മോൾക്ക് നല്ലൊരു വേഷം സിനിമ വരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു രാഘവനോട്, അതും ഹീറോയിനായിട്ടാണെന്ന് പറഞ്ഞു. ഞാനോ ഞാൻ മെയിനായിട്ട് അഭിനയിക്കുമോ? എന്താണ് രാഘവേട്ട പറയുക, എനിക്ക് 2 മക്കളുണ്ട്. ഈ സിനിമയൊക്കെ ചെയ്യണമെങ്കിൽ നല്ല വിദ്യാഭ്യാസം വേണം, നല്ല സൗന്ദര്യം വേണം. പിന്നെ ഞാനെങ്ങനെ ഇത് ചെയ്യുക? ഈ സൗന്ദര്യത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും കാര്യങ്ങളൊക്കെ എനിക്ക് നേരത്തെ അറിയാം. ഞങ്ങൾ ചെന്നൈയിൽ പോയിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ ടൈമിൽ. അപ്പോൾ അവിടെ നിന്ന് അറിയണതാ. അവിടെ നിന്നേ കണ്ടിട്ടുണ്ട് ഞാൻ സത്യൻ സാറിൻ്റെയും പത്മിനീനെയും പിന്നെ മ്യൂസിക് ഡയറക്ടർ ഉണ്ടല്ലോ ദക്ഷിണാമൂർത്തി, അവരൊക്കെ കണ്ടിട്ട് അവരെനിക്കൊരു സ്നേഹസീമ എന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ ചാൻസ് തരണമെന്ന് പറഞ്ഞതാണ്. അപ്പോഴാണ് എൻ്റെ അപ്പച്ചൻ്റെ ലെറ്റർ വരുന്നത്, അമ്മയുടെ ലെറ്റർ വരുന്നത്, മക്കളെ നിങ്ങളവിടെ നിൽക്കരുത്, ഉടനെ വരണം, അപ്പച്ചൻ അവിടെ ആസ്പത്രിയിൽ കിടത്തിയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. കോയമ്പത്തൂർ അഭിനയിക്കാനായിട്ട് പോയായിരുന്നോ? കോയമ്പത്തൂരല്ല, കോഴിക്കോട് നിന്ന്. അല്ല, അമ്മ കോയമ്പത്തൂരേക്കോ അങ്ങനെ പോയായിരുന്നോ? മദ്രാസിലേക്ക് പോയായിരുന്നോ? പോയി മദ്രാസിലേക്ക് എൻ്റെ അനിയത്തി അവിടെയായിരുന്നു. ഞാൻ എപ്പോഴും പോവായിരുന്നു. അപ്പോൾ അവിടെ കുറേ നാൾ നിൽക്കുമായിരുന്നു. 2-3 ദിവസം ബാഗും കൂടെ പോരും. ഞാനിപ്പോൾ വിദ്യാഭ്യാസം വേണം,
സൗന്ദര്യം വേണമെന്നൊക്കെ പറഞ്ഞ അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. ഞങ്ങൾ ആദ്യം പോയപ്പോൾ ഞാൻ എൻ്റെ ഭർത്താവും പോയിട്ട് 9 മാസം അവിടെ താമസിച്ചിട്ടുണ്ട്. അങ്ങനെ സിനിമ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ നിന്ന്. പക്ഷെ കിട്ടില്ല. കിട്ടുമായിരുന്നു, കുറെ കാലം കഴിയണമായിരുന്നു. നമ്മൾ ചെന്ന ഉടനെ ഇപ്പോഴത്തെ പോലെ ചെന്ന ഉടനെ തന്നെ എടുക്കൊന്നുമില്ല. അവരൊക്കെ അവരുടെ ടെസ്റ്റിംഗ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഹൈറ്റ് നോക്കി, വിദ്യാഭ്യാസം, പാടാൻ പറ്റി, പാടി ഒക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾക്ക് സ്നേഹസീമയിൽ ഒരു അവസരം തരാമെന്ന് പറഞ്ഞു. ആ സമയത്താണ്, അന്നേ ഭാഗ്യമില്ല, ആ സമയത്താണ് അമ്മയുടെ കത്ത് വരുന്നത്. അപ്പച്ചൻ ആസ്പത്രിയിലാണ് വേണ്ടത്. ഞങ്ങൾ മദ്രാസിൽ നിന്ന് വിട്ടു വന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അപ്പച്ചൻ പോയി. 45 വയസ്സിൽ പോയി, ആ സുന്ദരക്കുട്ടൻ. അപ്പോൾ ഞാൻ രാഘവേട്ടനോട് ചോദിച്ചു, അപ്പോൾ നല്ല സൗന്ദര്യം വേണം, നല്ല വിദ്യാഭ്യാസം വേണം. എനിക്ക് 2 മക്കളായില്ലേ, പിന്നെ ഞാനെങ്ങനെയാ ഹീറോയിനി ആവണത്? അപ്പോൾ രാഘവേട്ടൻ വന്ന്, അല്ല നീ പേടിക്കണ്ട, നീ എന്നെ ആയിരിക്കും, മിക്കവാറും നീ തന്നെ ആയിരിക്കും. അങ്ങനെ അവിടെ നിന്ന് 2 മാസം കഴിഞ്ഞിട്ട് പിന്നെ എന്നോട് പറഞ്ഞു, അത് നിന്നെ തന്നെ അയക്കി, ഫിക്സഡാണ് നിനക്ക്. അപ്പോൾ ഞാൻ ചോദിച്ചു, ആരാണ്? അപ്പോൾ രാഘവേട്ട, നിൻ്റെ കൂടെ അഭിനയിക്കാൻ പോണ ആളാരാണെന്ന് അറിയോ? ഞാൻ പറഞ്ഞു, ഞാൻ അറിയില്ല. സത്യൻ ചക്രവർത്തി സത്യൻ. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞു, എന്താ പറഞ്ഞ? സത്യം സാറോ? അയാളാണെങ്കിൽ സിനിമയിലങ്ങനെ വന്നുകൊണ്ടേയിരിക്കല്ലേ, ഒരുപാട് സിനിമ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കല്ലേ. അതെ, സത്യനാണ്. രാഘവേട്ടൻ ഫിക്സഡാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം, അന്ന് ഞങ്ങൾക്ക് ഫോണൊന്നുമില്ല, വളാഞ്ചേരി സോമലിലാണ് പുള്ളിക്ക് ജോലി എന്ന് പറഞ്ഞല്ലേ. അപ്പം അവിടെ നിന്ന് തന്നെ ഗോളിയറൻസിലും ഉണ്ട്, ഇവിടെ പാർട്ട് ടൈം ചെയ്യും. അപ്പോൾ അവിടുത്തെ ഫോണിൽ ഞാൻ നാടകക്കാർക്കൊക്കെ അവിടുത്തെ ഫോണാണ് കൊടുത്തിരിക്കുന്നത്. ആ ഫോണിൽ രാഘവേട്ടൻ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് പുള്ളി എന്നെ വിളിച്ചു, റോണി എന്നോട് MT വാസുദേവൻ നായരുടെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഞാൻ പറഞ്ഞു, എപ്പോഴാ? ഇപ്പം പോകണം എന്നാണ്. അങ്ങനെ പുള്ളി വേഗം ഇങ്ങോട്ട് വന്നു. ഞാൻ വേഗം ഡ്രസ്സ് ചെയ്ത് ഞങ്ങൾ ഒരു ഓട്ടോ പിടിച്ച് പോയി. അവിടെ ചെന്നപ്പോഴാണ് വാസേട്ടൻ ഈ കാര്യം പറയണേ. അങ്ങനെ കുട്ടിയെടുത്തി എന്ന് പറഞ്ഞ സിനിമ ചെയ്യാൻ പോകുന്നുണ്ട്. എൻ്റെ സ്ക്രിപ്റ്റാണ്, സംവിധാനം PM മേനോനാണ്. അതിൽ കുട്ടിയെടുത്തി എന്ന് പറഞ്ഞാൽ വിരൂപിയാണ്. ഇവിടെ ഒരു കിടമ്പുണ്ട്, ഇവിടെ പല്ല് പൊങ്ങിയിട്ടാണ്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് നിനക്ക് ചെയ്തുകൂടെ? ഞാൻ പറഞ്ഞു, ചെയ്യാലോ. അമ്മയുടെ ഇതില് അത്ര അങ്ങനത്തെ ആ ഒരു ക്യാരക്ടറാണെങ്കിൽ അത്ര വലിയ വിരൂപയായിട്ട് അല്ല മറ്റേ കറക്കാൻ വേണ്ടിയിട്ട് ഇത് തേച്ചു, ഗ്ലിസറിൻ ഷോട്ടിലൊക്കെ. അത് രാവിലെ തേക്കുമ്പോഴേക്കും വൈകുന്നേരം ആകുമ്പോഴേക്കൊക്കെ അതാവൂലേ. ഇത് എത്ര സൗന്ദര്യം കുറക്കാൻ നോക്കിയിട്ടും പറ്റിയില്ല. അതെന്താന്നറിയില്ല. അത് ഇതാണിങ്ങനെ മുറിക്കാൻ നോക്കുന്നേ അല്ലേ, മുഖത്തെ മുറിക്കണില്ലേ? മുറിച്ചിട്ട് ചോര വരുന്ന. ജയഭാരതി പറയല്ലോ, ചേച്ചി കാക്കനെ പോലെ സുന്ദരിയാണെന്ന്. പിന്നെ കാക്ക വിളിച്ചാൽ കൊക്കാവില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അവള് ഭയങ്കര സുന്ദരിയല്ലേ, അവള് ഭയങ്കര സുന്ദരി. പക്ഷെ ലാസ്റ്റ് കെട്ടിപ്പിടിച്ച് പോകുന്ന ഒരു സീനില്ലേ കല്യാണം കഴിഞ്ഞിട്ട് പോകുമ്പോ, അത് ഭയങ്കര വിഷമം തോന്നും. അത് അവൾക്ക് വിഷമായി. അവള് ജെസ്സി ആയിട്ട് ലവ് ആയല്ലോ. ആ സീൻ ഞാനല്ലേ കാണുന്നത് ഇതിന്റെ ഉള്ളിൽ കൂടെ. അവള് എന്നെ കുറ്റം പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചത് അവൻ കാണില്ലല്ലോ, ഞാൻ മറ്റേ കെട്ടണ ബോഡിയൊക്കെ ഇട്ടിട്ട് മുടിയൊക്കെ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പൊ അവൻ കാണാൻ വേണ്ടിട്ട് ഇവർക്ക് ആണെന്ന് പറഞ്ഞത് കണ്ടിട്ടില്ലല്ലോ, ഇവരാരും സ്നേഹിച്ചിട്ടില്ലല്ലോ, അമ്മ പോലും സ്നേഹിച്ചിട്ടില്ലല്ലോ. സ്നേഹമുള്ളത് ഈ മോനെ മാത്രല്ലേ, ഈ കഥാപാത്രത്തിന് വാസുവിനാണ് സ്നേഹമുള്ളത്. അത് വാസുവേട്ടന്റെ കഥയാണിത്. അതല്ല, ഈ മോനാണ് സ്നേഹമുള്ളത്. അവനും ചെറിയമ്മയ്ക്കും. അവന്റെ അമ്മയായിട്ട് അഭിനയിച്ചത് ശാന്താദേവി. മാസ്റ്റർ സത്യജിത്ത് അല്ലേ? പിന്നെ എന്ത് രസമായിരുന്നു നിങ്ങൾ രണ്ടുപേരും. മോൻ അവൻ നല്ല സുന്ദരനാ, കാണാൻ നല്ല സുന്ദരനാണ് അവൻ. അപ്പൊ തന്നെ അത്ര കണ്ടില്ലേ, നല്ല സുന്ദരനാണ്. അങ്ങനെ ഞങ്ങൾ വാസുവേട്ടൻ്റെ അവിടെ പോയി. വാസുവേട്ടൻ അങ്ങനെ കാര്യം പറഞ്ഞു. എനിക്ക് 101 രൂപ അഡ്വാൻസ്, 101 രൂപ. അപ്പോൾ ഉറപ്പായില്ല. ഒരു ദിവസം പറഞ്ഞു, ഷൂട്ടിന് പോണ ദിവസം പറഞ്ഞു. ദിവസമൊന്നും എനിക്ക് ഓർമ്മയില്ല. എടപ്പാളിലാണ് ഷൂട്ട്, അവിടെ വന്നാൽ മതി. 101 രൂപ തരാമെന്ന് പറഞ്ഞു. 101 രൂപ. 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 101 രൂ
നമ്മളെല്ലാവരും കൂടിയാ പോണേ. അപ്പോൾ വാസേട്ടൻ്റെ ഫാമിലി, വാസേട്ടൻ്റെ ഫ്രണ്ട്സുകൾ, ഞാനും എൻ്റെ ഭർത്താവും കൂടിയിട്ട് പോണത്. അപ്പൊ എത്രയായിരുന്നു അമ്മേ അതിൽ പൈസ ഫുള്ള്? അതെന്ന് പറഞ്ഞാൽ എനിക്ക് 1001 രൂപ അന്ന് അന്ന് ഇത് റെമുറേഷൻ ആണ്. Remuneration. പക്ഷെ അഡ്വാൻസ് 101 രൂപ. രൂപ തോന്നുന്നു. അപ്പം എനിക്ക് പണ്ടേ ഡ്രസ്സിൽ ഭയങ്കര ഭ്രമ. ആ 101 രൂപയ്ക്ക് പിറ്റേ ദിവസം തന്നെ പോയിട്ട് ഞാനൊരു സാരി എടുത്തു. അന്നൊക്കെ ഭയങ്കര പേരാണ് ഫുൾ വോയിൽ എന്ന് പറഞ്ഞ സാരി. അതിന് ആ വിലയുണ്ട്, അന്ന് ആ വിലയുണ്ട്. ആ സാരി ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ പേരക്കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരിക്കുമ്പോൾ ആ സാരി എൻ്റെ പെട്ടിയിൽ ഇട്ടേക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരാന്നും പറഞ്ഞു. അത് ഞാൻ ഇവിടെ അളമാരിൽ സൂക്ഷിച്ചിട്ടുണ്ട് ആ സാരി. അങ്ങനെ ഷൂട്ടിങ്ങിന് വന്നു. എടപ്പാളിലാണ്, ഒരു ഇല്ലത്തായിരുന്നു എൻ്റെ സംഭവം. 15 ദിവസമാണ് അതിൻ്റെ വർക്ക്. 15 ദിവസം അതിൻ്റെ വർക്ക് ഉണ്ടായിട്ടില്ല. എനിക്ക് രാവിലെ 6 മണിക്ക് പോയാൽ ഞാൻ വൈകുന്നേരം 6 മണി 7 മണി വരെയാണ് അതിൻ്റെ വർക്ക്. അത്രയും വർക്ക് എനിക്കുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ല, റീടേക്ക് വന്ന ഒരു സീൻ ഞാൻ പറയാം. അപ്പം ഞങ്ങൾ സിനിമ കണ്ടല്ലോ. ഞാനിങ്ങനെ നാടോടിനെ പോലെ ഞാനും മോനും കൂടി ഇങ്ങനെ നടക്കാണല്ലോ. പറമ്പായ പറമ്പിലൊക്കെ പോവുക, മാങ്ങ പറിക്കുക, കല്ലെറിയുക, അതുകൊണ്ട് മാങ്ങ പറിക്കുക, അങ്ങനത്തെ സീനൊക്കെ കണ്ടില്ലേ? ആ കുള സീൻ കണ്ടോ? തുണി അലക്കിയിട്ട് അവിടെ പിന്നെ എന്ത് പറഞ്ഞാലും കൈ അടിക്കണം. അതാണ് മെയിനായിട്ട് ഇവർക്കുള്ളത്. നല്ല തൻ്റെ ഇടമാണ്, ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള. അങ്ങനെ അതാണ്. അപ്പോൾ ഞാനും ഇതേപോലെ തന്നെ അന്ന് വാസുവേട്ടൻ്റെ മൂത്ത മോളുണ്ട് സിത്താര. അവള് ഇതേപോലെ തന്നെ ഒരു ചെറിയ വീട്ടിൽ താമസിക്കുക. അപ്പം ഞങ്ങളെ കണ്ടപ്പോൾ ആ കുട്ടി ഇങ്ങോട്ട് വരും. അപ്പോൾ അതിന് മുമ്പേ തന്നെ ഞാൻ മാവിൻ്റെ മേലെ കയറിയിട്ട് മാങ്ങ പറിച്ച് കഴിക്കാൻ മാങ്ങ മോനിട്ട് കൊടുത്തു. ഞാൻ മേലെ ഇരുന്നിട്ട് മരത്തിൻ്റെ മേലെ ഇരുന്നിട്ട് തന്നെ മാങ്ങ കടിക്കും. പക്ഷെ ആ മരത്തിൽ കയറാനായിട്ട് മേനോൻ ചേട്ടൻ പറഞ്ഞു, അവൾക്കൊരു ഏണി വെച്ചു കൊടുക്കുക, അവൾ മാവിൽ കയറട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ സാറിനോട് പറഞ്ഞു, ഏണിയൊന്നും വേണ്ട സാറേ, ഞാൻ കയറിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ചെറിയ മാവാണ്, കയറാൻ എളുപ്പമുള്ള മാവ്. അത് മതിലിൻ്റെ മേലെ കൂടെ ഓടുക. എൻ്റെ അമ്മ പറയുന്നു, ഇവള് പെണ്ണല്ല, ഇവള് ആണായിട്ട് ജനിക്കേണ്ടവളാണ് എന്നൊക്കെ. മരം സ്കൂളിലിട്ട് വന്നാൽ മതിൽ കയറിയിട്ട് അപ്പുറത്ത് ചാടും ഞാൻ. ഒരു പറമ്പുണ്ട്, അവിടെ നിന്ന് കണ്ട പഴങ്ങളെല്ലാം കുറേ സാധനങ്ങളുണ്ട്, അതൊക്കെ തിന്നും. പിന്നെ പ്രാവുണ്ട്, ആ പ്രാവ് കുട്ടികൾക്കൊക്കെ കടലൊക്കെ കൊണ്ടു കൊടുക്കും. അങ്ങനെ ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പോട്ടെ. അപ്പം മാവിൻ്റെ മേലെ ഞാൻ തന്നെ കയറി കാലിട്ട് ആട്ടിട്ട് ഇങ്ങനെയാണല്ലോ തിന്നാണ്. അപ്പോൾ പപ്പേട്ടനൊന്നും ഒന്നും ആയിട്ടില്ല. ആ പപ്പേട്ടൻ അതിലെ അങ്ങനെ പോവുക. പപ്പേട്ടൻ വിളിച്ചു പറയണേ, ദേ ഇവരുടെ ശരിക്കുള്ള പേര് മാളൂട്ടിയാണ്. അപ്പം പപ്പേട്ടൻ വിളിച്ചു പറയണേ, ദേ മാളൂട്ടി മാങ്ങ കട്ടെടുക്കണേ എന്ന് പറഞ്ഞു. അത് 3 പ്രാവശ്യം പറഞ്ഞു. 3ാമത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞു, ഒന്നും കൂടെ പറയടാ എന്ന് പറഞ്ഞു. അപ്പം 3ാമത്തെ പ്രാവശ്യം പറയുമ്പോഴാണ് ഞാൻ ചാടണത്. ചാടിയിട്ട് ഇയാളുടെ ചെവിടുത്തടിക്കണം. അപ്പം ചാടി, പക്ഷേ എനിക്ക് ചെവിടുത്തടിക്കാൻ തോന്നണില്ല. ഞങ്ങൾ നാടക സ്റ്റൈല് ഇങ്ങനെ കാണിച്ചു. അപ്പം ഇയാൾ കറക്റ്റ് ഒറിജിനാലിറ്റിയാ. PN മേനോൻ പടം കണ്ടാലറിയാലോ, കംപ്ലീറ്റ് ഒറിജിനാലിറ്റിയാണ്. ആ വിലോപന അടിക്കുന്നത് ശരിക്കും അടിക്കുക, ഭയങ്കരമായിട്ട് ചവിട്ടുന്നതൊക്കെ. പിന്നെ പിറ്റേ ദിവസമൊക്കെ കവളൊക്കെ വീർത്തുണ്ട് അവിടെ ചൂലുകൊണ്ട് അടിച്ചിട്ട്. എന്നിട്ട് അടിച്ചില്ല ഞാൻ. അപ്പോൾ മേനോനെ അയാൾക്ക് ദേഷ്യമായി, എന്താ കാണിച്ചത്? ഞാൻ പറഞ്ഞു, അതൊന്നും പറ്റൂല, നിങ്ങളുടെ നാടക സ്റ്റൈലൊന്നും ഇവിടെ പറ്റൂല, ഇത് ഞാൻ പറഞ്ഞ വരെ ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി സാറിന്. അന്ന് സാറിനൊന്നും വിളിക്കില്ല. പിന്നെ തിരുവനന്തപുരത്ത് സ്ഥിരമായി താമസിച്ചതിൻ്റെ ഈ സാറ് വന്നത്. 2ാമതും കയറി, 2ാമതും ചാടി. പപ്പേട്ടനെ അടിക്കാൻ പറ്റില്ല. അതെന്താ വെച്ചാൽ പപ്പേട്ട എന്നെ മോളെ എന്നാ വിളിക്കും. ഞങ്ങൾ കുറേ നാടകം ചെയ്യുന്നതാണ്. മറ്റേ കാർണിവലിലൊക്കെ നിങ്ങൾ നാടകം കളിക്കാം. 1/2 മണിക്കൂർ കൊണ്ട് നാടകം ഉണ്ടാക്കിയിട്ട് അപ്പം കളിക്കും. അങ്ങനെയൊക്കെയുള്ള
നല്ല പരിചയമാണ്. അപ്പം എനിക്ക് ഇങ്ങനെ അടിക്കാൻ തോന്നണ്ടേ. അപ്പം നല്ലോണം ചീത്ത പറഞ്ഞു. നമ്മുടെ സ്നേഹമൊക്കെ നാട്ടിലെ മറ്റേതാണ് മറിച്ചാണ്. അയാളാണെങ്കിൽ ഭയങ്കര മുൻകോപിയാണ്. ഞാൻ എന്തായാലും അല്ല, മൂന്നാമത്തെ പ്രാവശ്യം ഇറങ്ങി ഒരു ഒറ്റ അടി അങ്ങോട്ട് കൊടുത്തു. നല്ല വേദന എടുത്തോ? പിന്നെ അവന് കറുത്ത മുഖമൊക്കെ ചോപ്പായി. ഞാനല്ല അടിച്ചത്. അങ്ങനെ അന്നാണ് എനിക്ക് റീടേക്ക് വന്നത്. ഒരു സിനിമയിൽ ആദ്യമായിട്ട് വരുന്ന റീടേക്ക് ഉണ്ടല്ലോ. പപ്പുചേട്ടൻ എന്താ പറഞ്ഞ? അടിക്കാൻ പറഞ്ഞോ? അത് പിന്നെ പപ്പുവേട്ട പറഞ്ഞു, അത് മോളെ നീ അതൊന്നും നോക്കണ്ട, എന്നെ അടിച്ചോ, നീ അതൊന്നും നോക്കണ്ട, നിനക്ക് ഞാൻ നിന്റെ പപ്പുവേട്ടനാണോന്ന് നീ ഓർക്കണ്ട, നീ അടിച്ചോ, അല്ലെങ്കിൽ അയാളുടെ അതിന് ചീത്ത വെക്കും. അത് ചെയ്യേണ്ടത് ചെയ്തുപോലെ ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്ക് സിനിമ ഒന്നും കിട്ടൂല. മൂന്നാമത്തെ പ്രാവശ്യം നല്ലൊരു അടി കൊടുത്തു. അങ്ങനെ ആ റീടേക്ക് വന്നു. അതൊരു അനുഭവം അവിടെ. പിന്നെ എനിക്ക് ഈ അനുഭവം ഉണ്ടായത്, ഞാൻ മരിക്കുന്നുണ്ടല്ലോ, തൂങ്ങി മരിക്കുന്നുണ്ടല്ലോ, അതിലിടയ്ക്ക് കുറേ കാര്യങ്ങളുണ്ട്. ഇയാളെ കാണുന്നത് സത്യൻ സാറ് ആദ്യമായിട്ട് കാണുന്നത് സത്യൻ സാറാണല്ലോ എന്നെ ഒരു പുരുഷൻ്റെ കൈ എന്നെ പിടിക്കുന്നത്. ഈ സ്ത്രീക്ക് അപ്പം അന്നേരം ഒരു തരിപ്പും ഒരു ഇതൊക്കെയാണല്ലോ. അതൊക്കെ ഒറിജിനലായിട്ട് വന്നു. എനിക്ക് അതിനൊന്നും പ്രയാസം ഉണ്ടായില്ല. അപ്പോഴൊന്നും റീടേക്ക് വന്നിട്ടില്ല. ഇതിനാണ് റീടേക്ക് വന്നത്. സത്യൻ ചേട്ടൻ പിടിച്ചപ്പോ അല്ല, അതിനാണ് റീടേക്ക് വന്നത്. പിന്നെ മരിക്കുന്ന സമയത്ത് ഇന്നത്തെ പോലത്തെ ടെക്നിക്കൊന്നും അന്നില്ല. ഒറിജിനാലിറ്റി കാണണമെങ്കിൽ ഇയാൾ ആദ്യം ഒരു മാവിൽ ഞാൻ തൂങ്ങി, അപ്പോൾ വെറും കാല് മാത്രമേ കാണുള്ളൂ. അത് പറ്റില്ല. അങ്ങനെ 1-2 സ്ഥലത്തൊക്കെ കയറിയപ്പോൾ ഇയാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ആർക്ക്? മേനോൻ ചേട്ടന്. അപ്പം പിന്നെ മൂന്നാമത് എന്ത് ചെയ്യുന്നു വെച്ചാൽ, വലിയൊരു പുളിമരം, ആ പുളിമരത്തിൻ്റെ മേൽ നമ്മൾ ഊഞ്ഞാലാടുമ്പോൾ പലയുണ്ടാവില്ല ഇരിക്കാൻ, അവിടെ അങ്ങനത്തെ ഒരു പലക കെട്ടിയിട്ട് 2 സൈഡിലും കയറായിട്ട് ഞാൻ അതിലിരുന്നിട്ട് അവർ വലിക്കും. അപ്പോൾ ഇവിടെ കയറ് വണ്ണുള്ള കയറാണ്, ഞാൻ വെയിറ്റുള്ളതല്ലേ. അത് അപ്പോഴും എനിക്ക് വേദന ഉണ്ടായിരുന്നില്ല. അങ്ങനെ കയറിയിട്ടാണ് ആ കാലും ഇങ്ങനെ കാണുന്നത്. കാല് കാണുന്നില്ല, കാലും കയ്യും കാണുന്നുണ്ട്. ഇത് രണ്ടും കാണണം. അയാളാണ് അതന്നാണ് അങ്ങനെ ചെയ്തത്. ഇപ്പൊ പുതിയ ടെക്നിക്കൊക്കെ കുറേ ഉണ്ടല്ലോ, അന്ന് അതൊന്നും ഇല്ലല്ലോ. അത് വൈകുന്നേരം വന്നിട്ട് ഞാൻ കുളിക്കാൻ നോക്കിയപ്പോൾ ചോര കലച്ച് കിടുക, കയറ് കെട്ടിയിട്ട്. അങ്ങനെ അവിടെയാണ്, അതാണ് എനിക്ക് കുറച്ച് വേദനയുള്ള ഒരു സീൻ കിട്ടിയത്. പിന്നെ ഫിലോമിന ചേച്ചിയും പപ്പുചേട്ടൻ എല്ലാവരുമായിട്ട് നല്ല ബന്ധമായിരുന്നു. ഇവരൊക്കെ നാടകത്തിലുള്ളതുകൊണ്ട് ഫിലോമിന ചേച്ചിയൊക്കെ ആയിട്ട് സിനിമയിലാണ് കണ്ടത് തന്നെയാണ്. പിന്നെ ഞാൻ കാണുന്നത് ഞാൻ പറഞ്ഞില്ലേ കുപ്പായം, പിന്നെ പരിധി പിന്നെ കണ്ടിട്ടുണ്ട്. പിന്നെ കാണുന്നത് കുട്ടിയെടുത്തിക്കാ. അമ്മയായിട്ടാണ് അഭിനയിച്ചത്. എൻ്റെ അമ്മ ഫിലോമിന എടുത്ത അമ്മ, ചെറിയമ്മ ശാന്താദേവി, ഈ മോൻ്റെ അമ്മ ശാന്താദേവി. ഈ മോനിപ്പോ അല്ലെങ്കിൽ മരണപ്പെട്ടു എന്ന് പറഞ്ഞ് എന്തായിരുന്നു പറ്റിയത്? അത് അവരുടെ ഫാമിലി അത്ര ഒരു സുഖമല്ല. അവൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസർ ആയിരുന്നു, ലവ് മാരേജാ. ഇവര് മേനോനാ, അവള് ക്രിസ്ത്യാനിയാ. അവള് വടക്ക് മറ്റേ തിരുവനന്തപുരം ആ സൈഡിലുള്ള ആ ഭാഷയൊക്കെയല്ല. അത് അങ്ങനെ എന്തോ കേസായിട്ട് ക്യാൻസറായിട്ട് ഇവൻ പിന്നെ തന്നെ എന്തൊക്കെയോ ആള് തന്നെ മാറി. നല്ല അഭിനയമായിരുന്നു. അല്ല, കൊറേ സിനിമയിൽ ചെയ്യുന്നവൻ, കൊറേ പടത്തിൽ ചെയ്തിട്ടുണ്ടാവും. ഈ മരണ വാർത്ത കേട്ടപ്പോ അമ്മ എങ്ങനെയായിരുന്നു? ഭയങ്കര ഷോക്കായിരുന്ന? അത് ഞാൻ അവിടെയാണ്, അവിടെ ഉള്ളപ്പോഴാണ് ഞാനിത് അറിയുന്നത്. എനിക്ക് കാണാനോ ഓടാനോ വരാനോ പോയോ ഒന്നും അറിയില്ല. അപ്പോഴേക്കും ശാന്തയെടുത്ത് ഇവൻ മരിച്ചതിന് ശേഷം ശാന്തയെടുത്തയുടെ മൈൻഡൊക്കെ പോയി തുടങ്ങി. ഇവര് ഒരു സ്ഥിരമില്ലാത്ത സ്ത്രീൻ്റെ മാതിരി. ഞാൻ സ്നേഹിച്ച പോലെയാണ് ശാന്തയുടെ 2 മക്കളെ. അവർക്ക് 2 ആൺകുട്ടികളാണ്. ആദ്യത്തേലൊരാണ് അബ്ദുൽ ഖാദറിലുള്ളതാണ് ഈ മോൻ. അവർക്ക് 2ാമത്തെ ഭർത്താവാണ് അബ്ദുൽ ഖാദർ. ശാന്താദേവിയുടെ മോനാണോ ഇത്? ആ, ശാന്തയെടുത്തിയുടെ മോനാണിത്. റിയൽ ഇതിലുള്ള സിനിമയിലെ തന്നെ അവര്. പിന്നെ അവർക്ക് അവാർഡ് എന്നെക്കാളും കൂടുതൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് ശാന്തയെടുത്തിക്ക്.
അല്ല ശാന്താദേവിയുടെ ഒറിജിനൽ മകനാന്ന് ഞാൻ അറിയില്ലായിരുന്നു. ഇല്ല, ഒറിജിനൽ മകനാ, രണ്ടാമത്തെ മകനാണ്. ആ ആ എന്നേക്കാൾ കൂടുതൽ മക്കളെ സ്നേഹിച്ച ആ സ്ത്രീയാണത്. പക്ഷേ ആ സ്ത്രീനിക്ക് ഒരു ഉപകാരം ഉണ്ടായില്ല. ഇവരൊക്കെ കല്യാണം കഴിഞ്ഞപ്പോൾ അതിനെ വേറെയാക്കി. അതാണ് അന്നത്തെ, മനസ്സിലായില്ലേ? അത്രയ്ക്ക് വേദനയാണ്. അതിന് എന്നെ കാണുമ്പോഴൊക്കെ മരുമകളായിട്ട് എന്നും വഴക്കം വെക്കണം. അത് അവരുടെ ഹിസ്റ്ററി തന്നെ വേറെ. അത് പോട്ടെ, പറഞ്ഞാൽ എന്നെ കണ്ടാൽ സങ്കടപ്പെട്ട് വി വി എന്നാണ് എന്നെ എല്ലാവർക്കും വിലാസിനി എന്ന് വിളിക്കില്ല, വി എന്നാ വിളിക്കുക. ഞങ്ങളുടെ സംഗമം തിയേറ്റേഴ്സിൽ 4 വി ഉണ്ട്. അങ്ങനെ വിക്രമൻ, വിൽസൺ, ഞാൻ, വേറെ ഒരാളും കൂടി. അപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വി വി എന്ന് വിളിക്കുള്ളൂ. അത് ശാന്തി എടുത്ത് എന്നെ കണ്ട, എൻ്റെ മോളെ അവളങ്ങനെ ചെയ്തു, എന്നേക്കാൾ പെൻഷൻ ഉണ്ട് അവർക്ക്. ഞാൻ കാണുമ്പോഴൊക്കെ പറയും, ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് സുഖമാരി താമസിക്കാമല്ലോ ശാന്തി എടുത്ത്, വെറുതെ എന്തിനാണ് മരുകളുടെ എന്ന് ചീത്ത കേൾക്കാനും അടി കൊള്ളാൻ. നല്ലൊരു ആർട്ടിസ്റ്റ് ആയിട്ട് ലൈഫൊക്കെ അങ്ങനെ ആയിപ്പോയല്ലേ? അവരുടെ കയ്യിരിപ്പ് മോശം എന്ന് വെച്ചാൽ ഇവരല്ലേ പൈസ ഉണ്ടാക്കാനും, എന്നെ പോലെ തന്നെ പൈസ ഉണ്ടാക്കാനെന്ന് പറയും. ഒക്കെ മക്കൾക്ക് കൊടുത്തു, എല്ലാരെയും സ്നേഹിച്ച് രക്തബന്ധത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു, മക്കൾക്കും കൊടുത്തു. പക്ഷെ നല്ല ട്രീറ്റ്മെന്റിലാണ് മരിച്ചത്. VIP പോലെയാണ് മരിച്ചത്. വലിയ ബേബിയിൽ നല്ല ICU അല്ല, അതിന് മേലെയുള്ളതൊക്കെ ഉണ്ടല്ലോ. അവിടെയാണ് അന്നത്തെ ആ കലക്ടർ പുള്ളിക്കാരത്തി തന്നെ അവിടെ ചികിത്സിച്ചത്. അങ്ങനെയാണ് ശാന്തി എടുത്തേക്ക്. അമ്മ പണ്ടത്തെ കാലത്തെ സൗന്ദര്യം, നമ്മുടെ ഈ ശരീരഘടനയൊക്കെ ഭയങ്കര സ്ട്രക്ചർ ആണല്ലോ, ഭയങ്കര സ്ട്രക്ചർ ആയിട്ടുള്ള ഒരു ശരീരമാണല്ലോ. അങ്ങനെയൊക്കെ എന്തെങ്കിലും ഭക്ഷണമൊക്കെ മെയിനായിട്ട് ഫോക്കസ്? ഭക്ഷണമൊന്നും ഞാൻ അങ്ങനെ കഴിക്കാറില്ല. പക്ഷെ ഞാൻ വെണ്ണയൊക്കെ തേച്ച് കുളിക്കുമായിരുന്നു ശരീരത്തിൽ. പിന്നെ ഞാൻ പിയേഴ്സ് തന്നെ, അത് കുറക്കാലമായിട്ട് മക്കളുണ്ടായതിന് ശേഷം അത് തന്നെ ഉപയോഗിക്കും. പിയേഴ്സ് സോപ്പ് ഇപ്പോഴും അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിയേഴ്സ് സോപ്പ് തന്നെ ഉപയോഗിക്കുന്നത്. അന്ന് ശരീരം നോക്കും, ദിവസം സമയം കിട്ടുമ്പോഴൊക്കെ വെണ്ണ മഞ്ഞളൊക്കെ തേച്ച് കുളിക്കുകയും ഒക്കെ ചെയ്യും. അന്നത്തെ നടിമാരെ കുറച്ച് തടിച്ച് പക്ഷെ നല്ല നല്ല ശരീരഘടനയുള്ളവരല്ലേ എന്നൊക്കെ പറയുന്നു. പിന്നെ അമ്മ ഒരുപാട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടങ്ങൾ ചെയ്തിട്ട് പിന്നെ ദ്വീപിലാണ് എന്താ പറയാ ഒരു കളർ പടം ചെയ്യുന്നത്. അതിൽ അവാർഡും കിട്ടി അല്ലേ? അത് എന്താ കാര്യം, ഞാൻ സംഗമ തിയേറ്റേഴ്സിൽ അഭിനയിക്കാനില്ല. അപ്പൊ സംഗമത്തിലുള്ളവരൊക്കെ പോയി കണ്ടിട്ട് വിൽസൺ സാമുവേൽ പറഞ്ഞു, നിങ്ങൾ ഫസ്റ്റായിട്ട് ഹീറോയിനെ ഇങ്ങനെ അഭിനയിക്കുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല. എല്ലാവർക്കും അന്ന് എനിക്ക് അത്ര വലിയ ഒരു ഇതൊന്നും വിവരമൊന്നുമില്ല. വലിയ പടമാണ്, എനിക്ക് ആ ഒരു ഗമ തോന്നിയിട്ടുമില്ല, ഒരു അഹങ്കാരമോ എന്താ. ഞാൻ സാധാരണ പോണ പോലെ തന്നെ അന്നും ഞാൻ തന്നെ ഈ ഇംഗ്ലീഷ് പത്രമൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് അന്ന് ഇംഗ്ലീഷ് പത്രം, ഹിന്ദി പത്രം ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞതിന് ഒരു സുപ്രഭാതത്തിലാണ് ഞാൻ കുട്ടിയെടുത്തി വിലാസിനി എന്ന് അറിയണേ. മനസ്സിലായില്ലേ? ഞാൻ തന്നെ അറിയില്ല, എനിക്കെന്നെ അറിയാൻ പറ്റിയിട്ടില്ല. ഒരു പുറത്തല്ലായാലും കുട്ടിയെടുത്തി വിലാസിനി. ഞാൻ വിചാരിച്ചു, ഞാൻ ദൈവമേ, ഞാൻ കുട്ടിയെടുത്തി വിലാസിനി അയ്യോ, ഞാൻ കുട്ടിയെടുത്തി വിലാസിനി. അങ്ങനെയാണ് കുട്ടിയെടുത്തി ടൈറ്റിലായത്. ആ പേരും പെരുമേ ഇന്നും നിൽക്കുന്നതും. ഈ മുഖം ഗോപി പറഞ്ഞ മാതിരി കേരളം മാത്രമല്ല, കേരളത്തിന് പുറത്തും അറിയും, എല്ലാം അറിയും, എല്ലാം ചെയ്തു. പക്ഷെ സാമ്പത്തികമായിട്ട് ആരും എന്നെ സഹായിക്കുന്നില്ല. ഇങ്ങനെ അവാർഡിന് പോകുമ്പോൾ ഫങ്ഷന് സ്വീകരണത്തിന് പോകുമ്പോൾ ചിലവർ തരും, ചിലവർ തരില്ല. കോഴിക്കോടാണ് സ്വീകരിച്ചത്, പക്ഷെ പൈസയായിട്ട് ആരും സഹായിക്കാറില്ല. ഇപ്പം എന്നെ സഹായിക്കണം, ഇപ്പോഴത്തെ ആളുകൾ എന്നെ സഹായിക്കണം. ഞാൻ വലിയൊരു കലാകാരിയാണെന്ന് ഇവിടെ സകല ആൾക്കും അറിയാം. ഞാനും ശാന്താദേവിയായിരുന്നു. ശാന്തി എടുത്തി മരിച്ചതിന് ശേഷം ഞാനാണ് ഇപ്പം ഉള്ളത് ഇവിടെ, വയസ്സ് കൊണ്ടും എല്ലാം കൊണ്ടും വർഷം കൊണ്ടും. പക്ഷെ ആരും ഒരു അർഹിക്കുന്ന ഒരു പരിഗണന നമുക്ക് കിട്ടുന്നില്ല. സാമ്പത്തികമായിട്ട് എന്തെങ്കിലും തരണ്ടേ? ഞാൻ ജോലിക്ക് പോണില്ല എന്ന് എല്ലാവർക്കും അറിയാം. എൻ്റെ മോൻ പോയതിൻ്റെ ശേഷം എന്നെ ആരും വിളിച്ചിട്ടില്ല. എല്ലാവരും ചോദിക്കും, ഇപ്പം എന്തേ നിർത്തിയോ? എല്ലാവരും ചോദിക്കുന്നത് അതാ, നിർത്തിയോ, ഇപ്പോൾ പോണില്ലേ, എൻ്റെ വയ്യേ. കൂടുതൽ പെണ്ണുങ്ങളാണ് ചോദിക്കുക, ആണുങ്ങളും ചോദിക്കില്ല. ഞാൻ പറഞ്ഞു നിർത്തിയിട്ടൊന്നുമില്ല. അത്
അതിനൊരു കാര്യം കൂടിയുണ്ട്. എൻ്റെ മോൻ പോകുമ്പോൾ കൊറോണ ടൈമാണ്. അപ്പോൾ പിന്നെ നമ്മൾ വയസ്സായവരും പുറത്ത് കിടക്കാൻ പറ്റില്ലല്ലോ. ആ സമയത്ത് എനിക്കൊരു വർക്ക് വന്നതാ. അമ്മ ലാസ്റ്റ് അഭിനയിച്ച മാധവീയത്തിൽ അല്ലേ 71 മാധവീയം സിനിമ? ആ മാധവീയത്തെ അത് 70 2070 എത്രയും എന്താ പറയാ, അല്ല 5 വർഷം മുമ്പല്ലേ അമ്മ അഭിനയിച്ചത്? 2021. 2021 അവസാന പടം അഭിനയിച്ചത്. അതിനുശേഷം സീരിയലും അല്ല, അതിന് മുമ്പേ അഭിനയിച്ചു ഈ പടം മാധവീയം. ഞാൻ മോൻ പോയതിന് ശേഷം ഒന്നും ചെയ്തിട്ടില്ല. അല്ല മാധവീയം അല്ലേ ലാസ്റ്റ് അഭിനയിച്ചത്? അതെ. മാധവീയത്തിന് ശേഷം ഒരു 5 വർഷമായി ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ലല്ലോ, ഇല്ല, അഭിനയ രംഗത്തില്ലല്ലോ. അല്ല പിന്നെ ഒരു പടം ചെയ്തു, ഞാൻ പറഞ്ഞല്ലേ വയനാട്ടിലെ എന്താണ് ക്രൂരം എന്ന് പറഞ്ഞൊരു, അവിടെയാണ് ഞാൻ ഈ ടെക്നിക്ക് കണ്ടു എന്ന് പറഞ്ഞില്ലേ. ഞാൻ സിനിമ ഒക്കെ കാണുമ്പോൾ ഈ ട്രോളി വലിക്കില്ല, ട്രോളിയിലാണ് ക്യാമറ കൊണ്ടുപോവുക. അതാ ഈ അങ്ങനെയാണ് ഞാൻ കണ്ടിരിക്കണതും ചെയ്തിട്ടുള്ളതൊക്കെ. ട്രോളി സീൻ ഉണ്ടാവില്ല, ട്രോളി സീൻ ഉണ്ടാവും, അല്ലാത്ത സീനുകൾ ഉണ്ടാവും. ആ പടത്തിലാണ് ഈ ഇങ്ങനെ റൗണ്ട് ചെയ്യുന്ന ട്രോളി കണ്ടിട്ടുള്ളത്. അതായിരിക്കും ഞാൻ അങ്ങനത്തെ ട്രോളി ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഈ ഇങ്ങനെ വട്ടം തിരിഞ്ഞു വരുന്നല്ലോ, അത് എങ്ങനെയാണ് ടെക്നിക്കലൊക്കെ അമ്മ ഇപ്പോഴാണ് കണ്ടറിഞ്ഞത്. അമ്മ മാധവീയം കഴിഞ്ഞിട്ട് പിന്നെ ക്രൂരം എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞ ട്രോളി സീനിൽ ഇങ്ങനെ ഞാനിങ്ങനെ ഇരിക്കുക, ഒരു തിണയുണ്ടല്ലോ, ആ തിണയിലും ഇങ്ങനെ ഇരിക്കണ സമയത്ത് ട്രോളി ഷോട്ടാണ് അത്. അപ്പം ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ക്യാമറ അവിടെ കൊണ്ടുവന്ന് വെച്ച് ഒരു സ്വിച്ച് ഇട്ടപ്പോൾ 2 ഫ്രെയിമില്ലേ, 2 ഫ്രെയിം അതിങ്ങനെ വന്നു. പുതിയ ടെക്നിക്കൊക്കെ മുമ്പിലേക്ക് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താ സാധനം, ചേച്ചി പേടിക്കൊന്നും വേണ്ട, ഇപ്പോഴത്തെ സംഭവങ്ങളൊക്കെ ഇതൊക്കെ ട്രോളി ഇടാൻ കഷ്ടപ്പാടൊന്നുമില്ലേ, ഇതൊക്കെ എളുപ്പമുള്ള പണിയാണ്. ക്യാമറ മാറി, പഴയ ഒരുപാട് സിനിമ മാറി, സിനിമ തന്നെ മാറിപ്പോയില്ല. അത് അതിന്റെ പ്രവർത്തിക്കണ ക്യാമറയും മറ്റത് ലൈറ്റ് വേണ്ടല്ലോ. ഇപ്പൊ ലൈറ്റ് ഒന്നുമില്ല, മറ്റു കുറേ ലൈറ്റ് വേണ്ടേ. സീരിയലായാലും ഇപ്പൊ ഞാനിപ്പോ ലാസ്റ്റ് ചെയ്ത സീരിയല് നീലക്കുയില, അതിന് തന്നെ എത്രയാ വലിയ ലൈറ്റുകൾ കുറഞ്ഞു വെച്ചിട്ട് മറ്റവരും ഒക്കെ ഉണ്ടാവും. ഇപ്പൊ അതൊന്നുമില്ലല്ലോ, ഇങ്ങനൊക്കെ തന്നെ കാണിച്ചിട്ട് ഇങ്ങനെ എടുക്കല്ലേ. അപ്പൊ അമ്മ ഇപ്പോ ആ സിനിമ കഴിഞ്ഞിട്ട് പിന്നെ വിളിക്കാഞ്ഞതാണോ, പിന്നെ അമ്മയായിട്ട് കാലിന് മോൻ പോയതിന് ശേഷം അത് ഈ നമ്മുടെ നാട്ടിൽ ഈ സാധനം വന്നല്ലോ, അതാണ് കൊറോണ വന്ന് മോൻ പോയിട്ട് 1 മാസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിക്കാൻ വന്നത്. സിനിമയല്ല, കോഴിക്കോടുകാർ എന്നെ അധികം സിനിമയ്ക്ക് വിളിക്കുക. ഐവി ശശി ഉള്ളപ്പോഴാണ് എല്ലാവരും വിളിക്കുക. ഐവി ശശിയുടെ 2-3 പടങ്ങൾ 4 പടം ചെയ്തിട്ടുണ്ട് ഐവി ശശി. അങ്ങാടി, അഹിംസ, അതിരാത്രം, ഒരിക്കൽ കൂടി. അങ്ങാടി ബെസ്റ്റ് പടല്ലേ, ത്രൂ ഔട്ട് ഉണ്ട്. ഞാനും അംബിക ചെയ്തെല്ലാം നല്ല വേഷങ്ങളാണ്. എല്ലാം ചെയ്ത് മുറപ്പെണ്ണ്, യവനിക, കൊടിയേറ്റം, കടൽപ്പാലം, കുമ്മാട്ടി ഇപ്പോഴും പല രാജ്യങ്ങളിലും, ജർമ്മനിൽ കുമ്മാട്ടി, ജർമ്മൻ, ജപ്പാൻ, സ്വിറ്റ്സർലാൻഡ്, ലണ്ടൻ 4 സ്ഥലത്ത് കളിക്കുന്നു. പക്ഷെ അത് കാണാനോ അതിൻ്റെ ഉള്ള അരവിന്ദൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ എനിക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടും. അതിൻ്റെ ആള് മറ്റേ ഞാൻ പറഞ്ഞില്ലേ കണ്ണൂരൊരു മാഷുണ്ടെന്ന്, ആ മാഷ് തന്നത് അതായിരിക്കണം. കുമ്മാട്ടി ഇതാ കുമ്മാട്ടി കണ്ടല്ലേ, ഒരു തത്തയില്ലേ വിളിച്ചു പറയണ, മോൻ വരുമ്പോഴ് പട്ടി വരുമ്പോഴ് അവന്റെ പേര് പറയണത്. കുമ്മാട്ടി ഒരു എന്താ പറയാ, കുട്ടികളെ ഭയങ്കര പേടിപ്പിച്ച് ഭയങ്കര ഒരുപാട് അവാർഡുകൾ കിട്ടിയ സിനിമയാണ്. അപ്പൊ അമ്മക്ക് എല്ലാ മികച്ച സംവിധായകരുടെ കൂടെ അഭിനയിക്കാൻ പറ്റുന്നുണ്ട്. അവരൊക്കെ മരണപ്പെട്ടു പോയി, നല്ല എഴുത്തുകാരുടെ കൂടെ അഭിനയിക്കാം, അവരുടെ സ്ക്രിപ്റ്റിൽ അഭിനയിക്കാൻ പറ്റി. മരിച്ചുപോയ ആൾക്കാരുടെ പേര് ഞാനിപ്പോ പറയണ അല്ല അമ്മക്ക് സമയം ഉണ്ടാവില്ല. അരവിന്ദൻ സാറ്, ഐവി ശശി സാറ്, MT, PN മേനോൻ, വിൻസെന്റ്, KG ജോർജ്, ശശികുമാർ, ഭരതൻ, ബക്കർ, പിന്നെ ഐവി ശശി, പിന്നെ ഭരത് ഗോപി, മാധവൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു, അയാൾ മരിച്ചു, KP കുമാർ,
അയാൾ ജീവിച്ചിരിപ്പുണ്ടോ? അയാൾ KP കുമാർ മരിച്ചു. C രാധാകൃഷ്ണൻ അയാൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല. അവരുടെയൊക്കെ നല്ല ഉഗ്രൻ പടങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. C രാധാകൃഷ്ണൻ്റെ 2 പടം ചെയ്തു. അഗ്നിന്ന് വേണ്ട ഒരു പടം, അതിൽ ഇയാളാണ് മധുസാറും മധുബാല ബാലൻ നായരായിരുന്നു ശരിക്കും മെയിൻ. കനലാട്ടം എന്ന് പറഞ്ഞ സിനിമയിലും ബാലൻ നായരുടെ ഭാര്യയായിട്ടാണ് ഞാൻ. അതും നല്ല പടം.